ഹായ് ഗേൾസ്, അപ്പം എല്ലാവരും ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ. നമ്മളും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളെ അടുത്ത വീട്ടിലൊരു ഉമ്മയുണ്ട്. അപ്പോൾ അവരുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വാവക്ക് കൊടുത്ത മിഠായിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് മിഠായി എടുത്തിട്ട് എല്ലാവരും കൂടി എല്ലാ മിഠായിയും ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഷ്ണമായിട്ട് പൊട്ടിച്ചിട്ട് തിന്നുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ദുബായ് മുട്ടായി ഒരു വീക്ക്നെസ് അല്ലല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കേക്കിൻ്റെ പരിപാടി തുടങ്ങി. ഇത് ഇങ്ങനെ വീഡിയോ എടുത്തത് മറ്റേ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്, മറ്റെങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ലാസ്റ്റ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് വാവക്ക് അത് തന്നെ ഇഷ്ടം. അപ്പം മറ്റേ സാധാരണ വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട, ഇത് തന്നെ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ബേസ് എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഉണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ വെച്ച് കൊളാവും, അതായത് നല്ലതായിട്ട് കേക്ക് നല്ല സോഫ്റ്റായി വരില്ല എന്നല്ല വിചാരിച്ചത്. പക്ഷേ ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബേക്കിംഗ് പൗഡർ ഉണ്ട് എന്ന് വെച്ചിട്ടാണ് വാങ്ങാണ്ടുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് സോഡ മാത്രം ഇട്ടിട്ടാക്കിയിട്ടും വലിയ കുഴപ്പമില്ലാണ്ട് നല്ലൊരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും വൈറ്റും റെഡെല്ലാം ഇട്ടിട്ട് മാച്ചിങ് ആയിട്ട് തൊപ്പിയൊക്കെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയെല്ലാം ഇട്ടിട്ട് അപ്പോൾ എല്ലാം സെറ്റാക്കുന്ന തിരക്കാണ്. ക്രിസ്മസ് ട്രീ അന്നേ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഈ ഒരു ഫോട്ടോൻ്റെ അവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വരുന്ന രീതിയിൽ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ട് ലൈറ്റ്സൊക്കെ ആക്കിയതിന് ശേഷം അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. വാവയാണ് ഡെക്കറേഷൻ മൊത്തം. എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് വാവയാണ് മൊത്തം ഡെക്കറേഷൻ ചെയ്ത് എനിക്ക് ഇത് നോക്കാനും കൂടി നേരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് വാവ ഒരുവിധം ക്രിസ്മസിലെ കുറേ സാധനങ്ങൾ കഴിഞ്ഞാലും വാങ്ങിച്ചതും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ട്രൈപോഡ് അടക്കം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ക്രിസ്മസ് ട്രീ. നല്ല ഒരുപാട് അത് കഴിഞ്ഞ പ്രാവശ്യം വലുതൊന്ന് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം പൊട്ടിപ്പോയിട്ട് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ കുത്തി വെച്ചൊരു ചെടി പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയതായതുകൊണ്ട് ഡെക്കറേഷൻസ് കുറേ എണ്ണം ഇല്ല പോലെയുണ്ട്. എക്സ്ട്രാ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ പോലെ ആക്കിയത് തന്നെയാണ്. പക്ഷേ ചെടിയുടെ സൈസ് കുറഞ്ഞപ്പോൾ നിറച്ചും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നിറച്ചുമുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇത് അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റായിട്ടുണ്ട്. പിന്നെ വാവ കുറച്ച് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു ഇങ്ങനെ ടെഡി ബിയർ അല്ല, ഒരു താറാവ് ഉണ്ടല്ലോ, ബാക്കിൽ ഒരു സിബൊക്കെ അയച്ചിട്ട് ഒരു ബാഗ് പോലത്തെ വരുന്ന താറാവ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞിയൊക്കെ എടുത്ത് മഞ്ഞിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെടുക്കുക. ഇത് ഭയങ്കര ആർട്ട് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ദീപാവലിക്ക് വാങ്ങിയ ലൈറ്റ്സ് അങ്ങനത്തെ ഇതുമായിട്ട് റിലേറ്റഡ് കുറേ കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഒപ്പിച്ച് വെക്കുമ്പോൾ ഒരു ക്രിസ്മസ് ലുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു പച്ച ഈ മാല പോലെ കിട്ടുന്നുള്ള ക്രിസ്മസ് ട്രീ ആക്കുന്ന അതും വെച്ചു. അങ്ങനെ മഞ്ഞ് പോലെ എഫക്റ്റ് വെച്ച് എന്നിട്ട് മഞ്ഞിൻ്റെ ഉള്ളിൽ ഈ ദീപാവലി ലൈറ്റ് അതായത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അത് പഞ്ഞുകൊണ്ട് മൂടിയപ്പോൾ ഒരു നല്ലൊരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടി. ഭയങ്കര ക്രിയേറ്റീവ് ഡിസൈനിങ് ആണെന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമായിട്ടുണ്ട്. അപ്പോഴത്തെ ട്രീ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ഇട്ടിട്ടെല്ലാം നോക്കുമെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഭംഗിയുണ്ടാവും. അപ്പോൾ ചെറിയൊരു കുറച്ചൊരു യെല്ലോ ലൈറ്റ് വരുമ്പോൾ അത് ഭംഗിയാണ്. അപ്പോൾ അത് മാത്രം ഇട്ടിട്ട് നമ്മൾ ഇത് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്രിസ്മസ് ആഘോഷം ഇത് തന്നെയാണ്. കേക്ക് ഉണ്ടാക്കുക, കേക്ക് കട്ട് ചെയ്യുക, തിന്നുക, പിന്നെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എല്ലാം എടുക്കുക, ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേക്ക്. കളർ തീമൊന്നും നോക്കിയില്ല. പിന്നെ ഇടുണ്ടായ കളറായിരുന്നു. അപ്പോൾ ഒരു വയലറ്റിന് വയലറ്റല്ല, ലാവൻഡർ ഷെയ്ഡ് വന്നിട്ട് അതിന് ഒരു വൈറ്റ് ചെറിയ പൂക്കൾ പോലെ തിരക്കായിരുന്നു. അന്ന് ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷനും കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടൊരു കേക്ക്. അപ്പോൾ ഞാനതൊന്ന് അവിടെ സെറ്റാക്കിയിട്ട് ഏട്ടനെ വിളിക്കാൻ പോയി. അപ്പോൾ ഏട്ടൻ എന്തോ പണിയിലായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നു. എന്നിട്ട് കേക്ക് മുറിക്കാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ വരാം, നിങ്ങൾ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത് ലൈറ്റിൽ ഇങ്ങനെ കത്തിച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമെന്ന്. 1-2 ഡെക്കറേഷൻസ് വാവി ഉണ്ടാക്കിയതാണ്. ഒരു ബോട്ടിലോണ്ട് മഞ്ഞ എഫക്റ്റിലിടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് കത്തിച്ച് വെച്ചു. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ലൈറ്റ് ഞാൻ ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് ഇട്ട് നോക്കി, 2-3 ഇട്ട് നോക്കിയപ്പോൾ വലിയ രസമില്ല. നമ്മൾ ഈ കത്തിച്ച് വെച്ചതിൻ്റെ ഭംഗി കാണണമെങ്കിൽ കുറച്ച് ഡിമ്മായിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു യെല്ലോയിഷ് വരുന്ന ചെറിയൊരു ലൈറ്റ് കത്തിച്ചതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനിരുന്ന്. അപ്പം ഏട്ടൻ്റെ തലയിൽ ആ ഒരു കൊമ്പുണ്ടല്ലോ മാനിൻ്റെ, അത് വാവ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. ടി വിയിലോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റില്ലായി നിൽക്കുന്നത് തമ്പനയിൽ ഫോട്ടോ ഇല്ല തന്നെ കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ വേറെ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കില്ല. ഏട്ടൻ ഭയങ്കര ഫോട്ടോ എടുക്കാനുള്ള മടിയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ എടുക്കാതുകൊണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ആരാ പോയിട്ട് ക്ലിക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വെച്ചാൽ കുറേ സ്റ്റില്ലായി നിന്നത്. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ വാവക്ക് ഈ കേക്ക് കട്ട് ചെയ്യുന്നതും ബർത്ത്ഡേൻ്റേതും ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാക്സിമം സിനിമാറ്റിക് ആക്കാൻ വാവ നോക്കും. നമ്മളും അതിൻ്റെ കൂടെ നിൽക്കലുണ്ട്. കുറച്ചൊന്ന് ഭംഗിയാക്കി, ഏതായാലും വെറുതെ ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഏട്ടന്
ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ടാത്ത പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കേക്ക് കഴിച്ചില്ല, കേക്ക് കഴിക്കുന്ന പോലെ ആക്ഷൻ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും കുറച്ച് നാളത്തേക്ക് കഴിച്ചുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന പോലെ ആക്ഷൻ ആക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കും ഞം ഞം ആക്കുമെന്ന്. അങ്ങനെ നമ്മളെ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.